മലനാട് മിഷൻ ചർച്ചിൻ്റെ പ്രസിഡന്റ് കർത്താവിൻ്റെ ദാസൻ്റെ ഓണർ എം ജോർജ് ചില നിമിഷങ്ങളിൽ തിരുവഴുത്തിൽ സംസാരിക്കും. പ്രാർത്ഥനയുടെ ദിവസമായിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാന്യരായ ദൈവദാസന്മാർ, ദുഃഖാർത്ഥരായ അപ്പോൾ തന്നെ പ്രത്യാശയുണ്ട് നിറഞ്ഞിരിക്കുന്ന കുടുംബാംഗങ്ങൾ, മറ്റ് പ്രിയപ്പെട്ടവരെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. വളരെ ബന്ധപ്പെട്ട ശുശ്രൂഷകൾ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണെന്ന് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ലഭ്യമായ ആ സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രിയ ജോസ് പാസ്റ്ററെ കുറിച്ചുള്ള ചില ഓർമ്മകൾ പങ്കുവയ്ക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ഞാൻ ന്യൂ ലൈഫ് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ പ്രസിഡന്റ് അല്ല, അതിൻ്റെ ഒരു പ്രവർത്തകൻ മാത്രമാണ്. ന്യൂ ലൈഫ് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ പ്രസിഡന്റ് പാസ്റ്റർ ഫിലിപ്പ് എബ്രഹാമിന് ഈ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം കായംകുളത്ത് മറ്റൊരു ഫ്യൂണറൽ സർവീസിൽ അദ്ദേഹത്തിന് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ദൈവദാസന്റെ ശുശ്രൂഷകളാണ്. അപ്പം അതുകൊണ്ട് പ്രിയ ദൈവദാസൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കുടുംബാംഗങ്ങളെ അദ്ദേഹത്തിന്റെ അനുശോചനം, ക്രിസ്തീയമായ പ്രത്യാശ പ്രത്യേകം അറിയിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാസ്റ്റർ ഫിലിപ്പ് എബ്രഹാമിന്റെയും പാസ്റ്റർ തമ്പി എബ്രഹാം, അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്, അവർ രണ്ടുപേരുടെയും പ്രത്യേകമായിട്ടുള്ള ആശ്വാസ വാക്കുകൾ, അനുശോചനം പ്രിയ കുടുംബാംഗങ്ങളെ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. പ്രിയ കർത്തൃദാസൻ കെ ഡി ജോസ് പാസ്റ്റർ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകനായിരുന്നു. ദീർഘനാളുകൾ ന്യൂ ലൈഫ് ക്രിസ്ത്യൻ മിനിസ്ട്രീസിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഈ ദേവദാസിനെ കുറിച്ച് അദ്ദേഹത്തെ പ്രസ്ഥാനത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത പാസ്റ്റർ തിമോത്തിയോസ് ആണ്. അദ്ദേഹം പ്രസ്ഥാനത്തോട് ചേർന്നതിന് ശേഷം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഐസക് പീറ്ററിനെ പ്രസ്ഥാനത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പാസ്റ്റർ കെ ഡി ജോസ് ആണ്. അങ്ങനെ വളരെ അനുഗ്രഹീതമായ ഒരു കുടുംബ ബന്ധത്തിലൂടെയാണ്, ശുശ്രൂഷ ബന്ധങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. എല്ലാവരും ഒരുപക്ഷെ ഓർമ്മിച്ചെടുത്തതുപോലെ പ്രിയ ജോസ് പാസ്റ്റർ ഏറ്റവും സൗമ്യനായ, സ്നേഹമുള്ള, വളരെ വളരെ താഴ്മയോടെ വിനയത്തോടെ ഇടപെടുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ ഞാൻ വന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയാണോ നമ്മൾ എപ്പോഴും കാണുന്നത് അതേ ഒരു പ്രകൃതത്തിലാണ് അദ്ദേഹത്തെ എനിക്ക് വീക്ഷിക്കാനായിട്ട് കഴിഞ്ഞു. വളരെ സ്നേഹമുള്ള, പുഞ്ചിരിക്കുന്ന മുഖമുള്ള, വളരെ ആർദ്രതയോടെ ഇടപെടുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹത്തിന്റെ മരണവാർത്ത വളരെ ഞെട്ടലോടെയാണ് കേട്ടത്. എങ്കിലും പ്രിയ കർത്താവിന്റെ ദാസന് കർത്താവ് വെച്ചിരുന്ന ആയുസ് ഇതുവരെയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പല മരണവാർത്തകൾ കേട്ടു. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട, ഞങ്ങളെല്ലാം സ്നേഹിച്ച ഒരു ദൈവദാസൻ മരിച്ചു പോയപ്പോൾ അതും ആ വാർത്ത ഞങ്ങൾ വളരെ ഞെട്ടലോടെയാണ് കേട്ടത്. ആ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ദുഃഖമുണ്ടായി. ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു, എന്തുകൊണ്ട് അദ്ദേഹം ഇത്ര പെട്ടെന്ന് മരിച്ചുപോയി എന്നൊരു ചിന്ത ഉള്ളിൽ വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ തന്നൊരു ചിന്ത ഇങ്ങനെയായിരുന്നു: ദൈവത്തിന്റെ ഹൃദയപ്രകാരം എന്ന് വിശേഷിപ്പിക്കട്ടെ ദാവീദ് മരിച്ചു, ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം മരിച്ചു, ദൈവത്തിന് പ്രിയനായ ദാനിയേൽ മരിച്ചു, അങ്ങനെ ദൈവത്തിന്റെ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരൊക്കെ മരിച്ചു. അതുപോലെ തന്നെ എല്ലാവരും ഒരിക്കൽ മരിക്കും. അത് നാം ഉൾക്കൊള്ളുക, സ്വീകരിക്കുക, ദൈവത്തിന്റെ പരമാധികാരത്തിന് കീഴ്പ്പെടുക. പ്രിയപ്പെട്ടവരെ, നമുക്കും ഇത് സ്വീകരിക്കാല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല. നമ്മൾ സ്വീകരിക്കുക. നമ്മൾ കർത്താവിന്റെ ദാസിനെ വീണ്ടും കാണും എന്നുള്ള പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. ഞാൻ വാക്കുകൾ ദീർഘമാക്കുന്നില്ല. പ്രിയ ആന്റിയെയും പ്രിയ സഹോദരന്മാരെയും പ്രിയ പ്രിൻസിനെയും അതുപോലെ ജോജോബദന്റെയും കുടുംബാംഗങ്ങളെ എല്ലാം കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഈ സമയം അനുവദിച്ചു തന്ന ദൈവദാസന്മാർക്ക് നന്ദി പറയുകയും ദൈവമായ കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്നുള്ള വാക്കുകളോടെ എല്ലാവരുടെയും ദുഃഖവും പ്രത്യാശയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവ് ധൈര്യപ്പെടുത്തട്ടെ.